കൈഫ തറക്തും ഇബാദി, വൈകുന്നേരം കയറിപ്പോകുന്ന മലക്കുകളോട് അല്ലാഹു ചോദിക്കും, കൈഫ തറക്തും ഇബാദി, എൻ്റെ അടിമകളെ നിങ്ങൾ എങ്ങനെയാണ് കണ്ടിട്ട് വന്നത്? മഗ്രിബിന്റെ സമയത്താണ് അവർ കയറുന്നത്. അവർ പറയും അല്ലാഹ് വഹും യുസല്ലൂൻ, എല്ലാ വീടുകളും മഗ്രിബിന് കൂടണഞ്ഞു, എല്ലാ മക്കളും മഗ്രിബോടെ കൂടണഞ്ഞു, എല്ലാ പള്ളികളിലും ലൈറ്റ് തെളിഞ്ഞു. അല്ലാഹുവേ, പുരുഷന്മാരൊക്കെ പള്ളിക്കകത്ത് നിറയുകയാണ്, വുളുവെടുക്കാൻ മത്സരിക്കുമ്പോഴാ ഞങ്ങൾ വരുന്നത്. സ്ത്രീകളെല്ലാം പള്ളിക്കകത്ത് വീടിനകത്ത് ദിക്റും സ്വലാത്തുമായി കഴിയുമ്പോഴാ ഞങ്ങൾ വന്നത്. അതുകൊണ്ട് അല്ലാഹ് വഹും യുസല്ലൂ, ഞങ്ങൾ വരുമ്പോൾ അവർ നിസ്കരിക്കുകയാണല്ലാ. ആതൈനാഹും വഹും യുസല്ലൂൻ, ഞങ്ങൾ ചെല്ലുമ്പോഴും നിസ്കരിക്കുകയാണ്. സുബഹിന്റെ സമയത്ത് അവർ വരികയാണ്, അപ്പോഴും നമ്മൾ മുസല്ലയിലാണ്. മഗ്രിബിന് അവർ കടന്നു പോവുകയാണ്, അപ്പോഴും നമ്മൾ മുസല്ലയിലാണ്. അല്ലാഹു തന്റെ അടിമകളെ കുറിച്ച് സന്തോഷ വർത്തമാനം പറയുന്ന നിമിഷമാണത്. നമ്മളെ കുറിച്ച് പറയുമോ? നമ്മളെ കുറിച്ച് പറയുമോ? ഇവിടെ എഴുന്നേറ്റ് പോയ മക്കളോട് അവിടെ ഇരിക്കാൻ പറഞ്ഞെന്തിനെന്നറിയോ? നൗഷാദ് ബാക്കവിയുടെ പ്രസംഗം കേട്ട് നന്നാവാനല്ല, മറിച്ച് ആ മക്കൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അള്ളാന്റെ മലക്കുകളുടെ ദുആ കിട്ടുന്നത്. ഓരോ ഇൽമിന്റെ സദസ്സിലും കസീരയുടെ ചുറ്റും 10 മലക്കുകളുണ്ട്. ആ മലക്കുകൾ വന്ന് അവർക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ്. ആ ദുആ കൊണ്ട് രക്ഷപ്പെടട്ടെ. ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാൻ ഇഹ്യാ ഉലൂമുദ്ദീൻ എഴുതിയത്, ഞാൻ ദീനീ ദഅവത്തിന്റെ വിപ്ലവം തീർത്തത്, എന്റെ പ്രിയപ്പെട്ട വാപ്പ എന്റെ വിരൽ തുമ്പ് പിടിച്ചിട്ട് ഇൽമിന്റെ മജ്ലിസിലേക്ക് എന്നെ കൊണ്ടിരുത്തുമായിരുന്നു. ആ മജ്ലിസിന്റെ മാലാഖമാരുടെ തലോടലും പ്രാർത്ഥനയുമാണ് എന്നെ ഇസ്സത്തോടു കൂടി എത്തിച്ചതെന്ന് ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു പറയുമ്പോ, കൊണ്ടോടിയിൽ വന്ന് ചെറിയ മക്കളെ, വിദ്യാർത്ഥികളായ മക്കളെ, ഉമ്മാന്റെയും ഉപ്പാന്റെയും അടുത്തിരിക്കുന്ന മക്കളെ, നിങ്ങൾ ഓടാതെ കുലുങ്ങാതെ ബഹളം വെക്കാതെ അടങ്ങിയിരിക്കാൻ പറയുന്നതിന്റെ പൊരുളെന്തെന്നറിയോ? അല്ലാഹുവിന്റെ മാലാഖമാരുടെ പ്രാർത്ഥന കിട്ടിയ മക്കളെ, അത് മതി ചിലപ്പോ നമുക്ക് രക്ഷപ്പെടാൻ, അല്ലാഹുവിന്റെ പൊരുത്തം കിട്ടാൻ, അല്ലാഹുവിന്റെ തൃപ്തി കിട്ടാൻ. മഹാനായ സരിയുസഖ്തി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ ഖബറിനെ കാണുന്നത് ഒരു കാണിക്ക വഞ്ചി പോലെയാണ്, ഒരു പണ്ടാരപ്പെട്ടി പോലെയാണ്. ഞാൻ ഖബറിനെ കാണുന്നത് ഒരു കാണിക്ക വഞ്ചി പോലെയാണ്. അതിനകത്തേക്ക് ഓരോ ദിവസം ചെയ്യുന്ന അമല് പൈസ ഇടുന്ന പോലെ. ഞാൻ ളുഹാ നിസ്കരിച്ചു, അൽഹംദുലില്ലാ ഖബറിലേക്കുള്ളതാണ്, ബിസ്മിൻ ചൊല്ലി ഇടാൻ. മനസ്സുകൊണ്ട് സങ്കല്പിക്കുകയാണ് ഖബറിനെ ഒരു പണ്ടാരപ്പെട്ടി പോലെ, കാണിക്ക വഞ്ചി പോലെ ചിന്തിച്ചിട്ട് അതിനകത്ത് ഓരോ ദിവസം പറ്റുന്ന അമലുകൾ ഇടുകയാണ്. അപ്പോൾ ഞാനിന്ന് ചെയ്ത കുറേ അമലുകൾ, അതിലേറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ഖബറിൻ്റെ അകത്ത് എനിക്ക് കിട്ടാൻ പോകുന്നത്, 4-5 ദിവസം മുമ്പ് തിരുവനന്തപുരം വള്ളക്കടവിൽ നിന്ന് പെരിങ്ങമല സ്വദേശിയായ ഒരാളെ സഫീർ ഖാൻ മന്നാനി, ഞങ്ങൾ കുറച്ചാളുകൾ കൂടി പെരിങ്ങമല സജീബ് ഖാൻ എന്ന് പറയുന്ന സഹോദരൻ കൂടിയിട്ട് കൊണ്ടുവന്നു. ഒരു പ്രിയപ്പെട്ട ഉപ്പയെ, അദ്ദേഹം ഒരു വാക്കിംഗ് സ്റ്റിക്കൊക്കെ പിടിച്ച് നടക്കുന്ന, ആരുമില്ല നോക്കാനൊന്നും ആരുമില്ല. അപ്പോൾ അദ്ദേഹം, ഞാനവിടെ ചെല്ലുമ്പോൾ പറഞ്ഞു, ഉസ്താദ് 2 ദിവസം കൊണ്ട് ഓഫീസിൽ പറയുന്നുണ്ട് എനിക്കൊന്ന് വീട്ടിലേക്ക് ഫോൺ ചെയ്യണം, ഉസ്താദ് ആ നമ്പരൊന്ന് അടിച്ചു തരുമോ? ഞാൻ പറഞ്ഞു അടിച്ചു തരാം. അങ്ങനെ മൊബൈൽ എടുത്തിട്ട് നമ്പർ പിന്നെ ഡയൽ ചെയ്ത് കൊടുത്തു. അദ്ദേഹത്തിന് എന്തോ ഒരു സന്തോഷം. ഓഫീസിൽ നിന്ന് കൊടുക്കുന്നതിന് പരിധിയുണ്ട്, അങ്ങനെ കൊടുക്കാൻ പറ്റില്ല, നമുക്ക് കൊടുക്കാം. അപ്പോൾ ഞാനത് ഫോൺ കൊടുത്തു. എന്തൊരു സന്തോഷം മുഖത്ത്. അതിൻ്റെ പരിസരത്ത്, അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ പരിസരത്തുള്ളവരൊന്ന് വിളിച്ച്, അദ്ദേഹത്തിനൊരു ചെറിയ താമസിക്കുന്നൊരു വീട്ടിലെന്തോ സാധനങ്ങൾ, വയർ, കറണ്ട്, ലൈറ്റ്, ഗ്യാസൊക്കെ ഉണ്ട്, ആരുമില്ല നോക്കാൻ. അപ്പോൾ അതൊക്കെ ഓഫ് ചെയ്യണം, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടി. എന്ത് രസമാണ്. ഞാൻ ആ ഫോൺ കൊടുത്തിട്ട് കുറച്ച് മാറി നിന്നു, എന്തോ ഒരു കുറേ നേരം സംസാരിച്ചു. അത് എനിക്കെൻ്റെ ഖബറിലേക്കുള്ള സമ്പാദ്യമായിട്ടാണ് ഞാൻ കരുതിയത്. ആരുമില്ലാത്ത ആ പാവപ്പെട്ടവനൊരു ആശ്വാസം. നമ്മുടെ ജീവിതത്തിൽ വഴി നടന്നു പോകുമ്പോൾ ഒരാളുടെ ബൈക്ക് പഞ്ചറായി, ഒന്ന് ഇറങ്ങിയിട്ട് അൽഹംദുലില്ലാ സഹായിച്ചു കൊടുക്കുക, അല്ലാതെ ഇറങ്ങിയിട്ട് മറ്റേ ടയറും കൂടെ കുത്തിപ്പിടിച്ചിട്ട് ഓടുകയല്ല. പിന്നെ ഒരാൾ വീണ് കിടക്കുന്നു, എടുത്തു കൊടുക്കുക, ആക്സിഡൻറ്റ് പറ്റി ഓടിപ്പോയെടുക്കുക. സ്ത്രീകൾ വീണാൽ മാത്രമല്ല എടുക്കുക, പുരുഷന്മാർ വീണാലും എടുക്കാം. എടുത്ത് ആശുപത്രി കൊണ്ടുപോകുക, മരുന്ന് കൊടുക്കുക, ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. ഇതൊക്കെ നമ്മൾ നല്ല നീയത്തോടെ എൻ്റെ ഖബറിലേക്ക് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നില്ലേ, ഇന്നത്തെ നമ്മുടെ ശഅബാൻ്റെ ഈ രാത്രിയിൽ അള്ളാഹുവെ ഇവിടെ ചെലവഴിക്കുന്ന ഈ 2 മണിക്കൂർ എൻ്റെ ഖബറിലേക്ക്, ഖബറാകുന്ന പെട്ടിയിലേക്ക് ഞാൻ ഇട്ട് വെക്കുന്ന ഒരു സമ്പാദ്യമാണ്. മരിച്ചു ചെല്ലുമ്പോൾ ചിലപ്പോൾ നമ്മൾ കുറേ കാലം കഴിഞ്ഞായിരിക്കും മരിക്കുക, ചിലപ്പോൾ നാളെ ആയിരിക്കും, പറയാൻ പറ്റില്ല, അതെപ്പോഴും നടക്കാമല്ലോ. അപ്പോൾ കുറേ കാലം കഴിഞ്ഞ് മരിക്കുമ്പോൾ ശഅബാൻ്റെ ഈ രാത്രിയിൽ ഇരുന്നതിൻ്റെ കൂലി എൻ്റെ ഖബറാകുന്ന കാണിക്കപ്പെട്ടിക്കകത്ത് ഉണ്ടാവണം. അതങ്ങനെ നിയ്യത്ത് ചെയ്തിട്ടു, എല്ലാം അങ്ങനെ ഇട്ട് വെക്കുക. തലമറക്കുന്നത്, ആഡംബരമുള്ള വലിയൊരു കല്യാണം, എല്ലാവരും മോഡൽ വസ്ത്രം ധരിച്ചു പോകുന്നു. ഞാൻ എന്തായാലും എൻ്റെ അള്ളാഹുവിനെ ഭയക്കണം. പണം കണ്ടും ആഹാരത്തിൻ്റെ വലിപ്പം കണ്ടും ഗമ കണ്ടും ഞാൻ മാറാൻ പാടില്ല. നല്ല വസ്ത്രം ധരിച്ചു, പടച്ചോനെ ഇതെൻ്റെ ഖബറിലേക്കുള്ള എൻ്റെ ഒരു ജിഹാദാണ്. എല്ലാവരും എന്നെ കളിയാക്കും,
മയ്യത്ത് പോലെ എന്തിനാടി കല്യാണത്തിന് ഒന്നൊക്കെ പറയും. സാരമില്ല, അൽഹംദുലില്ലാ, ഞാൻ മരിക്കുമ്പോൾ എന്നെ ഇതുപോലെയല്ലേ പൊതിയുന്നത്, അവിടെ എനിക്ക് എൻ്റെ കൂലി കിട്ടണം. അൽഹംദുലില്ലാ. അങ്ങനെ ഓരോ അമൽ അങ്ങനെ നിങ്ങൾ സ്വീകരിക്കും. ഓരോ അമൽ എങ്ങനെ ചെയ്യും. അസീം ബാക്കവിനോട് പറഞ്ഞു, ഉസ്താദ് എൻ്റെ മക്കളെ ആഫുദു ആലിമാക്കണം, ഉസ്താദ് ദുആ ചെയ്യണം. അദ്ദേഹത്തിന് ആഖിറത്തിന് വേണ്ടി മാറ്റിവെക്കാനാണ്. ദുനിയാവിൽ എന്തൊക്കെ നിങ്ങൾ ആലോചിക്കുക, നമുക്ക് എന്തൊക്കെ ചെയ്യാം. സ്നേഹസാഗരത്തിന് മുടക്കിയ ഫണ്ട് എടുത്തിട്ട് എനിക്ക് ബിസിനസ് തുടങ്ങിക്കൂടെ, വലിയ വലിയ പദ്ധതികൾ തുടങ്ങിക്കൂടെ, ഷോപ്പിംഗ് മാളിൽ പാർട്ണർഷിപ്പ് ആയിക്കൂടെ, റഹ്മാനിയ കോളേജിന് ചെലവഴിക്കുന്ന പണം കൊണ്ട് എന്തൊക്കെ ചെയ്യാം. ഇവിടുത്തെ നിങ്ങളുടെ ഫിറോസ് ഖാൻ കൺവീനർ റഹ്മാനിയക്ക് മാസം കൊടുക്കുന്ന പൊട്ടുപൊടിയും അരിപ്പൊടിയും അതെടുത്ത് അദ്ദേഹത്തിന് കടയിൽ കൊടുത്താൽ അതിൻ്റെ പൈസ അദ്ദേഹത്തിന് കിട്ടൂലേ. പക്ഷേ നമ്മൾക്കൊരു വിശ്വാസമുണ്ട്, നമുക്ക് ആഖിറമുണ്ട്, നമുക്ക് ഖബറുണ്ട്, നമ്മൾ മരിക്കും. അതുകൊണ്ടാണ് ഇതൊക്കെ വരുന്നത്. ഈ മജ്ലിസ് നടക്കുന്നത് എന്തുകൊണ്ടാണ്? 10-18 ആടുകളെ നിങ്ങളിവിടെ കൊടുത്തു, സ്വലാത്ത് ചൊല്ലി കഴിഞ്ഞു പോകുമ്പോൾ അതിൻ്റെ ഭക്ഷണത്തിന് വേണ്ടി. എന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് ഈമാനുള്ളതുകൊണ്ടാണ്, ഒരു രസത്തിനല്ല. മട്ടൻ കഴിക്കണമെന്ന് വെച്ചാൽ ഇവിടെ ആട് വാങ്ങിച്ചു കൊടുക്കണമെന്നില്ല. ആലങ്കോട് ഹോട്ടലിൽ പോയാൽ ധാരാളം കഴിക്കുക, എല്ലാ ഹോട്ടലിലും ഉണ്ട്, ഇഷ്ടംപോലെ കഴിക്കാം. പക്ഷെ അതല്ല, നമ്മൾ അതിനല്ല. ഇത് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സലാത്തുണ്ട്, അതിലൊരു വിശ്വാസമുണ്ട്. ആ സ്വലാത്തിൽ നമ്മൾ കരഞ്ഞ് ദുആ ചെയ്യുമ്പോൾ നമുക്കതിന് കൂലിയുണ്ട്, ആ ദുആയിന് ഇജാബത്തുണ്ട്. അത് കഴിഞ്ഞ് ഭക്ഷണം കൊടുക്കുമ്പോൾ അതിനൊരു കൂലിയുണ്ട്, അരിയും ആടുമൊക്കെ കൊടുക്കുന്ന അതുകൊണ്ടാണ്, ആ വിശ്വാസം കൊണ്ടാണ്, അല്ലാതെ ഒരു പ്രഹസനത്തിനല്ല. ആ വിശ്വാസം നമ്മുടെ ഉള്ളിൽ എല്ലാത്തിനും ഉണ്ടാവണം. സരിയു സക്കത്തി റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാനൊരു സുബ്ഹാനല്ലാഹ് ചൊല്ലിയാൽ എൻ്റെ ഉസ്താദ് ദർസ് മുടക്കൂലല്ലോ. രാവിലെ സുബഹി കഴിഞ്ഞ് തുടങ്ങിയാൽ എല്ലാ ദിവസവും 10 മണി വരെ ദർസ്, അല്ലെങ്കിൽ 9 മണി വരെ എല്ലാ ദിവസവും. ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ ആലോചിക്കുക, പണ്ടൊക്കെ ഒരു ഉസ്താദാണ് ഒരു ദർസിൽ, ഈ ഇരിക്കുന്ന ഉസ്താദ്മാർക്കൊക്കെ അത് തന്നെ ആയിരിക്കും അനുഭവം. 10, 20, 25, 30 വിദ്യാർത്ഥികളുണ്ടാവും. ആ വിദ്യാർത്ഥികൾക്ക് സുബഹി കഴിഞ്ഞ് തുടങ്ങിയാൽ വല്ലാഹി ഞാൻ ഇപ്പോഴും പൊട്ടിക്കരഞ്ഞു പോയിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട അൻവർ ഉസ്താദ് ഒന്ന് ഉറങ്ങിയിട്ടില്ല, ഒന്ന് സമാധാനമായിട്ട് കുടുംബത്തോടൊപ്പം ഒരു യാത്ര പോയിട്ടില്ല, ഒക്കെ ദർസാണ്. ആ വർഷം ഞാൻ പഠിക്കുന്ന എല്ലാ വർഷങ്ങളിലും ഞാൻ ഇപ്പോഴും ചിന്തിച്ചു പോയിട്ടുണ്ട്. സുബഹി കഴിഞ്ഞ് തുടങ്ങിയാൽ സുബഹിക്ക് ശേഷം ഒരു ചെറിയ ഉറക്കമുണ്ട്. എപ്പോഴാണ്? ഒരു 7 മണിക്കാവുമ്പോൾ ഒരു അരമണിക്കൂർ ഉറങ്ങും. അതിന് മുമ്പ് ഒരു തജ്വീദിൻ്റെ ക്ലാസ്. അത് കഴിഞ്ഞ് ഉറക്കം കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണം കഴിച്ച് ക്ലാസ് തുടങ്ങിയാൽ ളുഹർ വരെ അടുത്ത ക്ലാസ്, ളുഹർ നിസ്കാരം കഴിഞ്ഞാൽ അസ്ർ വരെ അടുത്ത ക്ലാസ്, അസ്ർ നിസ്കാരം കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ചെറിയ വിഷയം ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് പിന്നെ പള്ളിയുടെ മുറ്റം വൃത്തിയാക്കുക, ഹൗദ് കഴുകുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ഉസ്താദ് ഉൾപ്പെടെ നമ്മളെല്ലാവരും ചെയ്യും. മഗ്‌രിബ് കഴിഞ്ഞാൽ പിന്നെ ഉസ്താദിന് നാളത്തേക്കുള്ള വിഷയങ്ങൾ, സബ്ജക്റ്റുകൾ നോക്കി വെക്കണം. അതിന് ഇടയ്ക്ക് ഏതെങ്കിലും വലിയ കിതാബിൻ്റെ ഉസ്താദുമാരുണ്ടെങ്കിൽ അവർക്ക് ക്ലാസ് ഉണ്ടാവും, നാട്ടിലെ മക്കൾക്ക് ക്ലാസ് ഉണ്ടാവും. 6-7 വർഷം ഞാൻ പഠിച്ചപ്പോൾ മുഴുവൻ സമയവും ജീവിതത്തിൻ്റെ മുഴുവൻ സമയവും അങ്ങനെ ആയിരുന്നു. ഇപ്പോഴും വിശ്രമിക്കുന്നില്ല. അത് ഇൽമിൻ്റെ സുഖമാണ്. KP ഉസ്താദാണെങ്കിലും കുളപ്പുറ ഉസ്താദാണെങ്കിലും ദറസിനോടുള്ള ഇഷ്ടം. ഇന്ന് ജീവിച്ചിരിക്കുന്ന ഉസ്താദുമാർ, ഇന്നലെ ഇവിടെ ആദരവ് കൊടുത്ത താജുദ്ദീൻ ഉസ്താദ്, അവർക്ക് ഇൽമിലേക്ക് ലയിച്ചു പോയ വിശ്രമമില്ല. ജിഫ്രി തങ്ങൾ, നിങ്ങൾ ആലോചിക്കുക, സമസ്തയുടെ പ്രസിഡൻ്റാണ്, എന്തൊക്കെ പരിപാടികൾ, എത്രയൊക്കെ ഓട്ടം. നിങ്ങൾ ചോദിച്ചു നോക്ക്, ദറസ് മുടക്കൂല എന്ന്. ഒരു ദിവസം ദറസ് മുടക്കൂല. തിരുവനന്തപുരത്തേക്ക് പരിപാടിക്ക് വിളിക്കുമ്പോൾ പറയും, ബാക്കവി ദറസ് മുടക്കിയിട്ട് വരുന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ പ്രയാസമാണ്. ആലോചിച്ച് നോക്ക്. അവരങ്ങനെ ജീവിച്ചിട്ടാണ് അള്ളാഹിൻ്റെ സ്വർഗം കണ്ട് മരിക്കുന്നതെങ്കിൽ നമുക്കെന്തുണ്ട്? 5 വക്തത്തിന് നിസ്കാരത്തിന് വേണ്ടി മാറ്റിവെക്കുന്ന 10 മിനിറ്റ് പോലും അള്ളാഹുവിന് വേണ്ടി കൊടുക്കുന്ന ത്യാഗമാണെന്ന് പറയാൻ നമ്മുടെ ജീവിതത്തിലില്ലെങ്കിൽ എങ്ങനെയായിരിക്കും നമ്മുടെ മരണം? പടച്ചോനെ, അള്ളാഹുവേ, എങ്ങനെയായിരിക്കും നമ്മുടെ മരണം? റബ്ബേ, അസ്രായിലിന്റെ തീയാളുന്ന കണ്ണുകൾ കൊണ്ട് ഭയന്ന് വിറച്ചുകൊണ്ട് കലിമ പറയാനാകാതെ ഈമാനില്ലാതെ റൂഹ് പിരിഞ്ഞു പോകുമോ എന്ന പേടിയുണ്ട്. അല്ലാഹുവേ, നീ ഞങ്ങളെ കാക്കണേ. നീ ഞങ്ങളെ കാക്കണേ റബ്ബേ. മഹാനായ ഇബ്രാഹിമിന് അദ്ഹം റളിയല്ലാഹു തആല പറയുകയാണ്, ഒരു മയ്യത്ത് ഇങ്ങനെ കൊണ്ടുപോകുമ്പോ, കുറെ ആളുകൾ ദിക്ർ ചൊല്ലി കൂടെ നടന്നു പോകുമ്പോ, ഇബ്രാഹിമിന് അദ്ഹം റളിയല്ലാഹു അൻഹു ആ മയ്യത്തിന് കൊണ്ടുപോകുന്ന രംഗം കണ്ടിട്ട് മനസ്സുകൊണ്ട് ചിന്തിക്കുന്നു, ആ മയ്യത്തിന്റെ അവസ്ഥ എന്തായിരിക്കും പടച്ചോനെ? ആ മയ്യത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? ആ സമയത്ത് ഒരു അശരീരി മുഴങ്ങിക്കേട്ടു, മരണത്തിന് ശേഷം എന്തായിരിക്കുമെന്ന് ചിന്തിക്കുക ഇബ്രാഹിമിന് അദ്ഹം റളിയല്ലാഹു അൻഹുവിന് വലിയ പ്രയാസം തോന്നി. അടക്കിക്കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു പോയി. ഇബ്രാഹിമിന് അദ്ഹം റളിയല്ലാഹു അൻഹു മാത്രം പോകുന്നില്ല. ഖബറടക്കം കഴിഞ്ഞ് എല്ലാവരും അകന്നുപോയി. അങ്ങനെയാണ്, ആരും കൂടെ കിടക്കൂല.
ആരും കൂടെ വരൂല. എത്ര പേരെ നമ്മൾ കൊണ്ടുവന്നടക്കി. എൻ്റെ മുസ്താഖ് അഹമ്മദിനെ ഞാനടക്കി. എൻ്റെ പ്രിയപ്പെട്ട ഉപ്പാൻ്റെ ഖബറിൽ മണ്ണിട്ടു. പ്രിയപ്പെട്ട സഫീർ കാമന്നാന് ജീവന്റെ ജീവനായി കരളായി കൊണ്ട് നടന്ന പൊന്നാര ഉമ്മയുടെ മയ്യത്തിലേക്ക്, ആ ഖബറിലേക്ക് മണ്ണ് വാരിയിട്ടു. ഇവിടെ ഇരിക്കുന്ന പലരുടെയും ഉമ്മയോ വാപ്പയോ ഉസ്താദുമാരോ എന്തിനേറെ നമ്മുടെ പ്രിയപ്പെട്ട KP അബൂബക്കർ സറത്തിന്റെ ഖബറിലേക്ക് പോലും ഞങ്ങൾ മണ്ണ് വാരിയിട്ടില്ലേ എൻ്റെ പ്രിയപ്പെട്ടവരെ? പിന്നെ അവിടെ നിൽക്കാൻ പറ്റുമോ? പിന്നെ അവിടെ കിടക്കാൻ പറ്റുമോ? ഖബറിന്റെ അകത്തേക്ക് ഇറങ്ങിക്കിടക്കാൻ പറ്റുമോ? ജീവന്റെ ജീവനാണെങ്കിലും എത്ര സ്നേഹം കൊടുത്താലും എത്ര ചങ്കാണെങ്കിലും അവിടെ ഇറക്കി വെച്ചിട്ട് മടങ്ങി വന്നേ മതിയാവുകയുള്ളൂ. ഇബ്രാഹിമിന് അദ്ദേഹം റളിയല്ലാഹു അൻഹു മടങ്ങി പോകുന്നില്ല. ആ ഖബറിന്റെ ചാരത്ത് തന്നെ നിൽക്കുകയാണ്. ആ ഖബറിന്റെ ചാരത്ത് തന്നെ നിൽക്കുകയാണ്. പാതിരാ സമയമായി ഖബറിന്റെ ചെടികൾക്കിടയിൽ ചെറിയ ജീവജാലങ്ങളുടെ മൂളലുകൾ മാത്രം മുഴങ്ങുന്ന മൈലാജി ചെടികൾക്കിടയിൽ ഒരു പുതിയ ഖബറിന്റെ ചാരത്ത് ഇബ്രാഹിമിന് അദ്ദേഹം റളിയല്ലാഹു അൻഹു മടങ്ങിപ്പോകാതെ ഈ ഖബറിന്റെ അവസ്ഥ എന്തെന്നറിയാതെ എങ്ങനെ പോകാൻ കഴിയും പടച്ചോനെ? ഖുർആനിന്റെ വശ്യസുന്ദരമായ വചനാമൃതങ്ങളെ ഖബറിന് കുളിരേക മഴത്തുള്ളി പോലെ ഇറക്കി വിട്ടുകൊണ്ട് അവിടെ ഇരിക്കുമ്പോ ഖബറിന്റെ അകപ്പിലും ഒരു പ്രകാശം വരികയാണ്. ഇന്ന് വരെ കാണാത്ത രൂപഭാവത്തിന്റെ സൗന്ദര്യമുള്ള ഒരു മനുഷ്യൻ കടന്നു വരികയാണ്. മന്നന്താ, നിങ്ങൾ ആരാ? അനഅമലുക സ്വാലിഹു, ഞാൻ ഈ ഖബറിന്റെ അകത്ത് കിടക്കുന്ന സ്വാലിഹായ മനുഷ്യനാണ്. ഈ ഖബറിന്റെ അകത്ത് കിടക്കുന്ന സ്വാലിഹായ അമലാണ്. ഈ മനുഷ്യൻ ജീവിതത്തിൽ ചെയ്തു പോയ അമലാണ്. നിങ്ങൾ പൊയ്ക്കോ. ഈ മനുഷ്യന്റെ ഖബറിന്റെ അകത്ത് ഒരു പോറല് പോലും ഏൽക്കാതെ അവനെ ഞാൻ സംരക്ഷിച്ചു കൊള്ളാം. നിങ്ങൾ ആശങ്കപ്പെടണ്ട, നിങ്ങൾ ഭയപ്പെടണ്ട, നിങ്ങൾ ഭീഷണിപ്പെടുത്തണ്ട, നിങ്ങൾ നൊമ്പരപ്പെടണ്ട. ഈ ഖബറിന്റെ ചാരപ്പിരുന്ന് കൊണ്ട് മനസ്സ് മുറിഞ്ഞു പോകണ്ട. മടങ്ങിപ്പോക്കോ. ഈ ഖബറാളിക്ക് ഞാനുണ്ട് കൂട്ടിനെന്ന് പറഞ്ഞ് അയാൾ പാതിരാത്രി ഉറക്കപ്പെടുന്നത്, ഖുർആൻ ഓതിയത്, ദിക്റ് ചൊല്ലിയത്, പൊട്ടിക്കരഞ്ഞത്, സ്വതക്ക ചെയ്തത് എല്ലാം കൂട്ടിനുണ്ട്. താങ്കൾക്ക് പോകാം, ഈ മനുഷ്യന്റെ കൂടെ ഞാനുണ്ട്. ഇബ്രാഹിം ആദം റളിയല്ലാഹു അൻഹു പറയുകയാണ്, എൻ്റെ ജീവിതത്തിൽ ഏറ്റവും അധികം സന്തോഷമുണ്ടായ ഒരു നിമിഷമായിരുന്നു അത്. എനിക്ക് വലിയ ആനന്ദമുണ്ടായ നിമിഷമായിരുന്നു അത്. നമുക്കുണ്ടാവണം കൊണ്ടുപോകാൻ. ഓരോന്നോരോന്ന് മാറ്റി വെക്കണം. ഓരോന്നോരോന്ന് ഖുർആൻ ഓതുക ഇതിൻ്റെ ഖബറിലേക്ക്. എല്ലാ ദിവസവും സൂറത്തുൽ മുൽക്ക് ഓതുന്ന ഉമ്മമാർ പണ്ട് ധാരാളം ഉണ്ടായിരുന്നു. ഇപ്പോൾ എത്ര പേരുണ്ടെന്ന് എനിക്കറിയില്ല. എന്നാലും ഉദാഹരണത്തിന് സ്ത്രീകളുടെ ഭാഗത്തേക്ക് ചോദിക്കാണ്, എത്ര പേരുണ്ട് സൂറത്തുൽ മുൽക്ക് എല്ലാ ദിവസവും ഒന്ന് നോക്കട്ടെ, കൈ നോക്കട്ടെ. 1 2 3 മാഷാ അല്ലാഹ്. അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. ഇതൊരു ഗ്രാമപ്രദേശവും നമ്മുടെ നാടായതുകൊണ്ട് അങ്ങനെ ചോദിച്ചാണ്. സാധാരണ അങ്ങനെ സ്ത്രീകളോട് ചോദിക്കലില്ല. പക്ഷെ ഇവിടെ ഈ ഭാഗത്തുണ്ടെങ്കിൽ മോനെ പൊക്കി കണ്ട് നോക്കണ്ട. ഈ ഭാഗത്തുള്ളവർ അതിനു വേണ്ടി കൈ ഉയർത്തിയാൽ പിന്നെ കുറച്ച് മറ്റ് പ്രദേശത്തൊക്കെ അത് ഉണ്ടാവണം സഹോദരിമാരെ. നമ്മളെപ്പോഴും ഇങ്ങനെ മൊബൈൽ നോക്കി കേക്കുണ്ടാക്കി മോക്കുരു മാറാനുള്ള മരുന്നുണ്ടാക്കി ഭർത്താവിൻ്റെ വേറെ കുറച്ച് നടന്നിട്ട് കാര്യമൊന്നുമില്ല എന്ന്. നമ്മൾ മറ്റുള്ള കാര്യങ്ങളിലേക്ക് കിടക്കണം. കുറേ കാലം കൊണ്ട് അതിലല്ലേ നമ്മൾ കിടക്കുന്നേ. ഇനി നമ്മൾ മറ്റുള്ളതിലേക്ക് ഇറങ്ങണം. ഇനി നമ്മൾ മറ്റുള്ളതിലേക്ക്, ആത്മീയതയിലേക്ക് ഇറങ്ങണം. എത്രയോ ഇഖ്ലാസുള്ള ക്ലാസ്സുകളുണ്ട്, ഖുർആൻ ക്ലാസ്സുകൾ, പഠനവേദികൾ. ഇപ്പം ഞാൻ സ്നേഹസാഗരത്തിൽ മയ്യത്ത് പരിപാലന ക്ലാസ് സംഘടിപ്പിച്ചു. അതൊരു ദിവസം രാത്രിയിൽ ഒരു ഉമ്മ മരണപ്പെട്ടപ്പോൾ കൊളുത്തിക്കാൻ ആളുണ്ടായില്ല, ആരുമില്ലായിരുന്നു. എൻ്റെ വൈഫ് വീട്ടിലുണ്ടായില്ല, അവരൊക്കെ അവരുടെ നാട്ടിലായിരുന്നു. കുറേ കഷ്ടപ്പെട്ട് ഒടുവിൽ ഒരാളെ വണ്ടിയൊക്കെ വിട്ട് രാത്രി ഉറക്കത്തിൽ നിന്ന് ഉണർത്തി കൊണ്ടുവന്നപ്പോൾ സങ്കടം തോന്നി. നാട്ടിലവിടെ പരിസരത്തുള്ള മുഴുവൻ സഹോദരിമാർക്കും കത്ത് കൊടുത്തു. താല്പര്യമുള്ളവർ ഏത് രാത്രി വിളിച്ചാലും മയ്യത്ത് കുളിപ്പിക്കാൻ വരണം. അങ്ങനെ തയ്യാറുള്ളവർ 75ഓളം സഹോദരിമാർ എൻ്റെ നാട്ടിൽ തയ്യാറായി. ഉമ്മമാർ, പെങ്ങന്മാർ. വടക്ക് നിന്നൊരു ദീൻ പറയുന്ന ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്നു, വടക്കം മലബാറിൽ നിന്ന്. ഈ നാട്ടിലുള്ളവരെ കൊണ്ട് ക്ലാസ് എടുപ്പിക്കാൻ പറ്റൂല നമ്മുടെ സഹോദരിമാർ. അത് നമ്മുടെ മറ്റേ സുവൈദല്ലേ ക്ലാസ് എടുത്തത്, അവളഞ്ചാറ് മയ്യത്ത് ഉണപ്പിക്കും എന്ന് പറയാം. ഒന്നും ചെയ്യാൻ പറ്റൂല. അയ്യോ ഇത് മറ്റേ മുസ്ലിയാരെ ഭാര്യയല്ലേ, മുസ്ലിയാരും കുഴപ്പം തന്നെ, ഭാര്യയും കുഴപ്പം തന്നെ, ആരും അംഗീകരിക്കില്ല. അതുകൊണ്ട് വടക്കുന്ന ഒരാളെ കൊണ്ടുവന്നു. ഇവിടെ മയ്യത്ത് ഒളിപ്പിക്കാറിയെന്നോടെ ഇല്ലാത്തതുകൊണ്ടല്ല. വടക്കുന്ന് കൊണ്ടുവരുമ്പോൾ നല്ല സൂപ്പർ കൊച്ചായിരുന്നടിയോ, അല്ലോ എന്തൊരു ക്ലാസ്സോ. അതാകുമ്പോൾ എവിടെ നിന്ന് വരണം എന്ന് പറയാൻ പറ്റൂല, ആരെ മോളാണെന്ന് പറയാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ചിന്തിക്കൂല. എന്നാലാണ് എഫക്റ്റ് ആവുള്ളൂ. എല്ലാവരും കരഞ്ഞു. എങ്ങനെ നല്ലതുപോലെ മയ്യത്ത് കുളിപ്പിക്കണം എന്നതിനപ്പുറം എങ്ങനെ നല്ലൊരു മയ്യത്താകണം എന്നാണ് അവർ പഠിച്ചത്.
അള്ളാഹു താല അതിനൊക്കെ കൂലി തരട്ടെ. അതൊക്കെ ആഖിറത്തിലേക്ക് നമ്മൾ മാറ്റി വെക്കുന്നതാണ്. ഇനിയും ഒരുപാട് പദ്ധതികളുണ്ട്. 13 വയസ്സ് മുതൽ 20 വയസ്സ് വരെയുള്ള കുട്ടികളുടെ ക്ലാസ്, പെൺകുട്ടികൾക്ക് ഒളിച്ചോട്ടം, ചാട്ടം, പ്രേമമൊക്കെ ആയിട്ട് നടക്കുന്ന ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുകയാണ്, ഏത് കടുകട്ടി പ്രേമത്തിലുള്ള മോനാണെങ്കിലും മോളാണെങ്കിലും ആ ക്ലാസ് കഴിയുമ്പോൾ അതിൽ നിന്ന് ഒഴിവായിരിക്കും. ഇപ്പം തന്നെ അമ്മ മെസ്സേജ് അയക്കും, ഡേയ് ഉസ്താദ് പറഞ്ഞേട്ടാന്ന്, പോകല്ലേ ക്ലാസ്സിലൊന്നും പോകല്ലേ, അയാൾ പലതും പറയും കേട്ടാ, നമ്മൾ ചങ്കാണ് മാഷാ അല്ലാഹ്, നമ്മൾക്ക് ഇപ്പം തന്നെ മെസ്സേജ് അയക്കും. ഒരു പവനെങ്കിൽ ഒരു പവൻ, അതും മതി, ഇനി വന്നാൽ മതി, ബാക്കി നമ്മൾ സെറ്റാ ജീവിതം എന്ന് പറയും. എത്ര എണ്ണം റെയിൽവേ ട്രാക്കിൽ വീണാലും നമ്മൾ പഠിക്കൂല, എത്ര എണ്ണം ആത്മഹത്യ ചെയ്താലും നമ്മൾ പഠിക്കൂല. നമ്മുടെ സഹോദരിമാർക്ക് ഈ രക്തത്തിളപ്പിനെ നിയന്ത്രിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. എത്രയോ ചതിക്കുഴികളിൽ വീണുപോയിട്ടുണ്ട്. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. മഹാനായ സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാം മതം സ്വീകരിക്കുന്നതിന് മുമ്പ് മരണത്തെ ഓർമ്മയില്ല, സ്വർഗത്തെ ചിന്തയില്ല, ഒന്നുമില്ല. അടിച്ചു പൊളിച്ച് ജീവിച്ചു എന്ന് പറയില്ല, അങ്ങനെ ജീവിച്ചത്. ഇസ്ലാമിന്റെ സൗന്ദര്യ തീരത്തിലേക്ക് കടന്നു വന്നപ്പോൾ മക്കത്തെ ജബലുകൾ കീടുകീടത്ത് ശക്തരാമുമാറിന്റെ വരവിനൊത്ത് അക്കൊത്ത മുഹമ്മദിൻ ശിരസെടുത്ത് ഇക്കയ്യിൽ കൊണ്ടുവരുമെന്നുറപ്പിച്ച് ഉടവാൾ ഊരിയെടുത്ത് ഉമറത കുതിര പുറത്ത് ഉശിരത കാണിച്ചിട്ട് ഉലകിന്റെ തീരീദീപം കെടുത്തുവാൻ വേണ്ടി മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു കടന്നു വരുന്ന വഴിയോരങ്ങൾ മുഴുവനും പ്രകമ്പനം കൊണ്ടുമാ പോകുമാറ് ഉച്ച ശബ്ദമാണ്, ആരോഗ്യമാണ്, തൻ്റെ ഇടമാണ്, ഉയരമാണ്. ആ ഉമർ റളിയല്ലാഹു അൻഹുവിന് എല്ലാവർക്കും വലിയ ഭയമായിരുന്നു. ആ ഉമർ റളിയല്ലാഹു അൻഹു ആരംഭപ്പൂവിന്റെ ഹൃദയം കവർന്ന് ഇസ്ലാം മതം സ്വീകരിച്ച ചരിത്രം നിങ്ങൾക്കറിയുമല്ലോ. പിന്നെ അവിടെ അങ്ങോട്ട് എന്തിനാണ് ഉമർ റളിയല്ലാഹു അൻഹു കരയാത്ത രാത്രി ഉണ്ടാകാത്തത്? എന്തുകൊണ്ടാ ചിന്തിച്ചിട്ടില്ലേ? എന്തുകൊണ്ടാ ആരുടെ മുന്നിലും കരയാത്ത, അടിവതറാത്ത ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാം മതം സ്വീകരിച്ചിട്ട് പിന്നെ കരയാതെ ഉറങ്ങിയിട്ടില്ല? എന്തുകൊണ്ടാണ്? എൻ്റെ മരണം എങ്ങനെയാകുമല്ലാ, എപ്പോഴും ദുആ ചെയ്യുന്ന ഒരു ദുആയാണ്, അല്ലാഹുമ്മ മിത്നി ഫീ ബലദി റസൂലില്ലാഹ്, പടച്ചവനെ നിന്റെ മുത്തിന്റെ നാട്ടിലല്ലാതെ എന്നെ മരിപ്പിക്കല്ല റബ്ബേ. പേടിയായിരുന്നു. പല ആവശ്യങ്ങൾക്ക് വേണ്ടി മദീന വിട്ട് പുറത്തു പോകുമ്പോൾ മദീനയുടെ മണ്ണെടുത്ത് കയ്യിൽ വെച്ചിട്ട് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തേങ്ങിക്കരയുമായിരുന്നു. ഞാൻ മദീനക്ക് പുറത്തായിരിക്കുന്ന സമയത്തെങ്ങാണ് മരിച്ചു പോകുമോ റബ്ബേ? രണ്ട് ആഗ്രഹമാണ് പ്രാർത്ഥനയിൽ കൂടുതലും പറഞ്ഞത്. ഒന്നെനിക്ക് ഷഹീദായി മരിക്കണം അല്ലാ, രണ്ടെനിക്ക് മദീനത്ത് മരിക്കണം അല്ലാ. ആ പ്രാർത്ഥനയെ സ്വീകരിച്ചുകൊണ്ട് മസ്ജിദുൻ നബവിയിൽ മിഹ്റാബിൽ ഇമാമത്ത് നിൽക്കുമ്പോൾ വിശലിദ്ധമായ കടാര കൊണ്ട് കുത്തി കുടല് പുറത്തു ചാടി മസ്ജിദുൻ നബവിക്കകത്ത് കിടന്നുകൊണ്ട് ഷഹീദായ ഭാഗ്യമാണ് അല്ലാഹു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് കൊടുത്തിരുന്നത്. ആഖിറമോർത്തപ്പോ, മരണമോർത്തപ്പോ, സ്വർഗം കണ്ടു മരിക്കണമെന്ന് കൊതിച്ചപ്പോ ദുനിയാവിന്റെ എല്ലാ മോഹങ്ങളും മറന്നുപോയി. 14 കഷണം വസ്ത്രം തുന്നിക്കെട്ടിയ 14 കഷണമായി കീറി തുന്നപ്പെട്ട വസ്ത്രം കൊണ്ടാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ മതപഠനശാലയിലേക്ക് പോയത്. 14 കഷണം. ഹദീസിൽ മുഹദ്ദിസീങ്ങൾ അങ്ങനെ തന്നെ പറയാണ്, 14 കഷണം. അതായത് ഒരു ഭാഗം കീറി അവിടെ വെട്ടിത്തച്ച്, അടുത്ത ഭാഗം കീറി അവിടെ വെട്ടിത്തച്ച്, അങ്ങനെ 14 കഷണം. ഖലീഫ, രാജ്യത്തിൻ്റെ ഖലീഫയുടെ മകൻ. അപ്പോ പരാതി എത്തിയവിടെ, മോശമല്ലേ? തൻ്റെ പ്രിയപ്പെട്ട സഹധർമ്മിണി പോലും സങ്കടം പറഞ്ഞു. എങ്ങനെയാണ് നമുക്ക് ഇങ്ങനെ മകനെ വിടാൻ പറ്റുക? കൂട്ടുകാര്, സുഹൃത്തുക്കൾ കുറ്റപ്പെടുത്തല്ലേ? മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഗവർണർക്ക് കത്തെഴുതുകയാണ്, 1 വർഷം കൊണ്ട് ഞാൻ പണം തിരിച്ചടച്ചുകൊള്ളാം, 1 വർഷം കൊണ്ട് പണം തിരിച്ചടച്ചുകൊള്ളാം. എൻ്റെ മകന് നല്ലൊരു വസ്ത്രം വാങ്ങാൻ കുറച്ച് നാണയത്തൊട്ട് കടം തരുമോ? തൻ്റെ കുടുംബത്തിൻ്റെ സമ്മർദ്ദം കൊണ്ട്, കൂടെയുള്ളവരുടെ നിർബന്ധം കൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എഴുതി ചോദിച്ചതാണ്, 1 വർഷം കൊണ്ട് തിരികെ അടച്ചുകൊള്ളാം, എൻ്റെ പൊന്നുമോന് നല്ലൊരു വസ്ത്രം വാങ്ങാനാണ്. ആ സമയത്ത് ഗവർണർ തിരിച്ചു ചോദിച്ചു, 1 വർഷം മുമ്പ് നിങ്ങൾ മരിച്ചു പോയാലോ? അടുത്ത 1 വർഷം പൂർണ്ണമാകുന്നതിന് മുമ്പ് നിങ്ങൾ മരിച്ചു പോയാലോ? ആരായിരിക്കും അത് മടക്കി തരിക?
ഗവർണർക്ക് മനസ്സിലായില്ല, നിങ്ങൾ ഖലീഫയല്ലേ, ചോദിച്ചില്ല നിങ്ങൾ ഖലീഫയല്ലേ, നിങ്ങൾ ഉമറല്ലേ, അതുകൊണ്ട് ചോദിച്ചാ തരണമെന്നൊന്നും ഇസ്ലാമിൽ നിയമമില്ല. ഇന്ന് ഭരണം നടത്തുമ്പോ അധികാരി വർഗം കുടുംബക്കാരാണെങ്കിൽ അഴിമതി, തന്റെ അടുപ്പത്ത് നിന്ന് പോലും അഴിമതി കാണിക്കുന്ന ഈ കാലഘട്ടത്തില് ബന്ധുക്കളാണ് അധികാരത്തിലിരിക്കുന്നതെങ്കിൽ ഗവൺമെന്റ് ജോലി കിട്ടാൻ ബുദ്ധിമുട്ടില്ലെന്ന് പറയുന്ന കാലഘട്ടത്തില് അല്ലാഹുവേ, തന്റെ ഖലീഫയായ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, ഗവർണർ തിരിച്ചു ചോദിക്കുകയാണ്, ഈ പണം നിങ്ങൾക്ക് അടയ്ക്കാൻ പറ്റിയില്ലെങ്കിലോ, അടുത്ത 1 വർഷത്തിനകത്ത് നിങ്ങൾ മരിച്ചു പോയാലോ, ഞാൻ എങ്ങനെയാണ് അതിന് സമാധാനം പറയുക എന്ന് ചോദിച്ചപ്പോ ഉമർ റളിയല്ലാഹു അൻഹു മറുപടി കൊടുത്തതെന്തെന്നറിയോ? എന്നാൽ വേണ്ട, എൻ്റെ മകൻ ആ വസ്ത്രം ധരിച്ചോട്ടെ, എൻ്റെ മകൻ ആ വസ്ത്രത്തിൽ ജീവിച്ചോട്ടെ. ഉമറിന്റെ പൊന്നുമോന് നല്ല വസ്ത്രം ധരിക്കാൻ ഭാഗ്യമില്ലാതിനുള്ള അവസ്ഥയില്ലെന്ന് ജനങ്ങൾ അറിഞ്ഞോട്ടെ എന്ന് ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ 2ാമത്തെ പ്രധാനമന്ത്രിയായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞാൽ നിങ്ങൾ മോശം വസ്ത്രം ധരിച്ചു ജീവിക്കണം എന്നതിനർത്ഥമില്ല. മറിച്ച് അതിന് അവസ്ഥ വന്നാൽ, അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ അവിടെ കരയേണ്ട സാഹചര്യമില്ല. നമ്മൾ അള്ളാഹുവിന് വേണ്ടി സഹിക്കണമെന്നാണ്, അള്ളാഹുവിന് വേണ്ടി ക്ഷമിക്കണമെന്ന്. നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ എന്തൊക്കെ ത്യാഗം റബ്ബിന് വേണ്ടി ചെയ്യാൻ പറ്റുമോ അത് മുഴുവനും എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ചെയ്യണം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അത്രമാത്രം ത്യാഗങ്ങളൊന്നും സഹിച്ചിട്ടില്ല, അത്രയും നമ്മൾ അനുഭവിച്ചിട്ടില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അനുഭവിച്ച ജീവിതത്തിൻ്റെ ഒരു സന്തോഷ നിമിഷം ആലോചിച്ച് നോക്ക്. മദീനയുടെ മരണം ജീവിതത്തിൽ അത്രമേൽ അടിച്ചു പൊളിച്ച് ആനന്ദദായകമായി ജീവിച്ചവരാണ്. ഒക്കെ നഷ്ടപ്പെടുത്താണ്, ഒക്കെ വലിച്ചെറിയാണ്. ബഹുമാനപ്പെട്ട ജാബർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരിക്കൽ ഞാൻ ആരംഭപ്പൂവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തിരിക്കുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നു. പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചു. ജാബർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഒന്നാമത് ചോദിച്ചത് മദ്ദുനിയ, ദുനിയാവ് എന്തെന്ന് നബിയെ അങ്ങക്കറിയുമോ എന്നാണ്. ദുനിയാവ് എന്ത് എന്ന് അങ്ങേക്കറിയുമോ എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിന് മറുപടി കൊടുക്കുന്നില്ല. ജിബ്രീൽ അലൈഹിസ്സലാം തന്നെ ദുനിയാവിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കണം. ഒരഭിപ്രായത്തിൽ ജാബർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ മുത്ത് റസൂൽ തന്നെ ദുനിയാവ് എന്തെന്ന് പറഞ്ഞു കൊടുത്തു എന്ന് പറഞ്ഞു. ദുനിയാവെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ നാടും നഗരവും കൊട്ടാരവും പടവും പ്രതാപവും സ്ഥാനവും ഒക്കെയാണ്. അതിന് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞ ചോദ്യത്തിന് തന്നെ മറുപടി കൊടുത്തത് കഹുൽ മിന്നാഇമീ, ഉറങ്ങിക്കിടക്കുന്നവന്റെ സ്വപ്നമാണ്, ഉറങ്ങിക്കിടക്കുന്നവന്റെ സ്വപ്നമാണ്. നമ്മളൊക്കെ ചെറുതിലെ ഉറക്കത്തിൽ മൂത്രമൊഴിച്ചവരാണ് പലരും, അല്ലേ? ഞാൻ ഒഴിച്ചിട്ടുണ്ട് ചെറുതിലെ, കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ. വലുതാകുമ്പോൾ ഒഴിക്കണമെങ്കിൽ സർജറി എന്തെങ്കിലുമൊക്കെ വേണം, നല്ല ഡോക്ടറെ കാണിക്കണം. ചെറുതിലെ അങ്ങനെ ഒഴിക്കും. മന്നാനെ ഒഴിച്ചിട്ടില്ലേ? മന്നായി പോയാ? സബീകമനെ പോയാ? മൂത്രമൊഴിക്കാൻ പോയതാ? അപ്പോൾ അത് നമ്മൾ ഉറക്കത്തിൽ എവിടെയെങ്കിലും വണ്ടി നിർത്തിയിട്ട് മൂത്രമൊഴിക്കുന്നതായിട്ട് സ്വപ്നം കാണും. അപ്പോഴായി സാധനം നടക്കുന്നത്. അപ്പം നമ്മൾ അതുമാത്രമല്ലാതെ ബാക്കി ഒന്നും സ്വപ്നത്തിൽ യാഥാർത്ഥ്യമാവില്ല. ആകെ യാഥാർത്ഥ്യമാവുന്നത് മൂത്രമൊഴിപ്പ് മാത്രമാണ്. അത് രാവിലെ എണീക്കുമ്പോൾ പുതപ്പ് നനഞ്ഞിട്ടുണ്ടാവും. ബാക്കി കയ്യിൽ പൈസ കിട്ടിയതും കാണൂല, നിധി കിട്ടിയതും കാണൂല, മൊബൈൽ കിട്ടിയതും കാണൂല, പെണ്ണ് കിട്ടിയതും കാണൂല, ഒന്നും കാണൂല. മൂത്രം മാത്രം ഈ വിരിപ്പിൽ കാണും. അത് അങ്ങനെയാണ് അതിൻ്റെ സാഹചര്യം. സ്വപ്നം പോലെയാണ് ദുനിയാവ്. ഇത് യറാഫി മനാമിഹിമായ സുറുവമായ ക്രഹുഫ ബൈനമാഹുവ കദാലിക ഇന്ദബഹ. സന്തോഷം ഉണ്ടാകുന്നത്, സങ്കടം ഉണ്ടാകുന്നതൊക്കെ ഞങ്ങൾ കാണുന്നു, പക്ഷേ പെട്ടെന്ന് അത് അവസാനിക്കും. അതാണ് ദുനിയാവ്. എത്ര വ്യക്തമായ മറുപടി. ദുനിയാവ് അത്രേ ഉള്ളൂ. നമുക്ക് മുമ്പേ മരണപ്പെട്ടു ഒരു സംഘമില്ലേ, അവർ നമ്മളെക്കുറിച്ച് ചിന്തിച്ചിട്ടേ ഇല്ല. അവരുടേതാണ് ലോകമെന്ന് അവർ ചിന്തിച്ചു. നമ്മുടെ ഉമ്മ, വാപ്പ, വാപ്പാടെ വാപ്പ, വാപ്പാടെ ഉമ്മ, അവരെന്നും ചിന്തിച്ചില്ല മരിക്കുമെന്ന്. അവർ വീട് വെക്കണം, അന്നത്തെ കഷ്ടപ്പാട്, ചക്ക മാങ്ങ അതൊക്കെ ഉണ്ടാക്കി കുറേ കാലം അങ്ങനെ ജീവിക്കണമെന്ന് വിചാരിച്ചു. അവർ മരിച്ചു, അവരുടെ മക്കൾ ജീവിച്ചു. അവരെ മക്കളാണ് നമ്മുടെ ഉമ്മയും വാപ്പയും. അവർ 90% ഇപ്പം മരിച്ചു. ഇനി നമ്മളാണ്. നമ്മുടെ ചിന്ത എന്താ? നമ്മൾ മരിക്കൂല, നമുക്ക് അവിടെ കാക്ക കടമുണ്ട്, കാക്ക ചിട്ടിയുണ്ട്, സ്വർണ്ണം ലോക്കറി ഇരിക്കുന്നുണ്ട്, അവിടെ ഇരിക്കേ ഉള്ളൂ. മയ്യത്ത് പൊതിയുമ്പോൾ ലോക്കറിയും സ്വർണ്ണമൊന്നും എടുക്കൂല, അതവിടെ തന്നെ ഇരിക്കും. അതുകൊണ്ട് ഇതുണ്ട്, ബിസിനസ് പുതിയതുണ്ട്, മറ്റതുണ്ട്, അതുകൊണ്ട് നമ്മളാണ് ദുനിയാവെന്ന് നമ്മൾ വിചാരിക്കും. എന്നിട്ട് നമ്മൾ മരിച്ച് നമ്മുടെ മക്കളിലേക്ക് അതെത്തും. അപ്പോൾ നമ്മളെ മക്കൾ എന്താ വിചാരിക്കുക? അല്ലോ നമ്മൾ മരിക്കൂല, ഉമ്മ എന്തോ അറ്റാക്ക് വന്ന് മരിച്ചു പോയതാണ്, വാപ്പ നോക്കിയില്ല, അങ്ങനെ മരിച്ചു പോയതാണ്. വാപ്പ പെട്ടെന്ന് വണ്ടി ശ്രദ്ധിക്കാതെ ഓടിച്ചതുകൊണ്ട് ഹൈവേയിൽ വെച്ച് വണ്ടി ഇടിച്ച് മരിച്ച, അല്ലെങ്കിൽ മരിക്കൂലായിരുന്നു. പക്ഷെ ഞാൻ അങ്ങനെയല്ല, ഞാൻ സൂപ്പറാണ്. എല്ലാവരും ഇങ്ങനെ തന്നെ ചിന്തിക്കുക, എല്ലാവരും ഇങ്ങനെ തന്നെ ചിന്തിക്കുക. എത്ര പ്രഭാഷകന്മാരുണ്ടായിരുന്നു. വലിത്തറ ഉസ്താദ് ആലപ്പുഴയിൽ ഞാൻ കാണാൻ പോയിട്ടുണ്ട്. വലിത്തറ ഉസ്താദിനെ മരണപ്പെട്ടു പോയി.
എത്ര മഹാന്മാരായ വലിയ വലിയ പണ്ഡിതന്മാരുണ്ടായിരുന്നു. അവരൊന്നും മരിക്കൂല എന്ന് അവർ വിചാരിച്ചോ? ഇല്ല. ഒരു തലമുറ കഴിഞ്ഞ് അടുത്ത തലമുറ വരും, അടുത്ത തലമുറ വരും. ഇനി നമുക്ക് ശേഷം ഒരാൾ വരാൻ കട്ട വെയിറ്റിംഗ് ആണ്. നമ്മൾ മരിച്ചെങ്കിലേ വരാൻ പറ്റൂ. ഇപ്പോൾ സ്നേഹസാഗരത്തിലേക്ക് അഡ്മിഷൻ ഒരാൾ വിളിക്കുകയാണ്. നമ്മുടെ നാട്ടിലൊരു പള്ളിയുടെ മുമ്പിൽ ഒരു രോഗി കിടക്കുന്നു, എടുക്കാൻ പറ്റുമോ ഉസ്താദെ? അപ്പം ഞാൻ പറയുന്നത് എന്താണ്, എല്ലാ റൂമും ഫുള്ളാണ്. അപ്പോൾ ഇനി എപ്പോഴാണ് ഒഴിവാകുക ഉസ്താദെ? ഒഴിവാകുന്നത് എപ്പോഴാണ്? ഒരാൾ മരിക്കണം, അവരെ വിടാൻ പറ്റില്ലല്ലോ. മരിക്കുമ്പോഴാണ് സീറ്റ് ഒഴിവാകുക. സ്നേഹസാഗരത്തിൽ ഒരു അഡ്മിറ്റ് കിട്ടുന്നത് എങ്ങനെയാണ്? അവിടെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന രോഗി മരിക്കുമ്പോഴാണ്. ഒരു രോഗി മരിച്ചാൽ അവിടത്തേക്ക് പുതിയ സീറ്റ് കിട്ടി, അടുത്ത ആൾ വരും. അവിടെ കിടക്കുന്ന ആൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഇത് തന്നെയാണ് ദുനിയാവ്. ഇനി ഞാൻ മരിക്കുമ്പോൾ പുതിയ ആൾ വരും. ഇത് നമ്മളങ്ങനെ ചിന്തിച്ചാൽ മതി. അതുകൊണ്ട് മക്കൾക്ക് എഴുതി കൊടുക്കാനുള്ളത് കൊടുത്തോ? നിങ്ങൾ എന്തിനാണ് ഇപ്പോൾ ഈ താക്കോലും കൊണ്ട് നടക്കുന്നത്? ആരെ പേടിപ്പിക്കാനാണ്? ആകെ ഒരു 7 സെൻറ്റ് സ്ഥലമുണ്ട്, 2 മക്കളുമുണ്ട്. ആ ഭീകരി മക്കൾക്ക് എഴുതി കൊടുത്തരാം. അമാർ കൊണ്ട് വിൽക്കുക, തിന്നെ കുടിക്കുക, എന്താ ചെയ്യട്ടെ? അതിങ്ങനെ മുറുകെ പിടിച്ച് നിങ്ങളത് വെച്ചിട്ട് എങ്ങനെ ജീവിക്കാനാണ്? നിങ്ങളുടെ ധാരണ എന്താണ്? അസ്രായിൽ വന്നാലും എഴുതി കൊടുക്കൂല. മക്കളാണെങ്കിൽ ഇതൊന്ന് തീർന്നിരുന്നെങ്കിൽ റബ്ബെ അത് കിട്ടീനെന്നും പറഞ്ഞ് കട്ട വീറ്റിങ്ങാണ് അവർ. കൊടുക്കാത്തത് എന്തുകൊണ്ടാണ്? നിങ്ങളെ നോക്കൂല എന്ന് നിങ്ങൾക്ക് 100 വട്ടം ഉറപ്പാണ്. അങ്ങനത്തെ മക്കളാ. നിങ്ങളെ നോക്കൂല എന്ന് ഉറപ്പുള്ള മക്കളെ പിന്നെ എന്തിനാണ് നിങ്ങൾ അതും പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നത്? നാം കൊടുത്തു വിട്ടോ, അവരെന്തായാലും നോക്കൂല, പിന്നെ കൊണ്ടുവയ്ക്കോട്ടെ. എന്തിനാണ് അവരെ വിഷമിപ്പിക്കുന്നത്? മരിക്കുന്നത് വരെ അവരെങ്ങനെ വിഷമിപ്പിക്കുക? എന്തായാലും അവർ നോക്കൂല. ആരെയാണ് നോക്കുക? ഞാനിപ്പോൾ വടക്ക് പുറക്കാട് എന്ന് പറയുന്ന കോഴിക്കോട് ജില്ലയിലെ പുറക്കാട് ഒരു പള്ളി ഉദ്ഘാടനത്തിന് പോയി. അവിടുത്തെ സഹോദരൻ പറയാണ്, ഭക്ഷണം കഴിച്ചിറങ്ങുമ്പോൾ ഉമ്മയെ കാണിച്ചു, ഉസ്താദ് ഇതാണ് ഉമ്മ. അവിടുത്തെ പള്ളിക്ക് 1 കോടിയിലധികം രൂപ ചിലവഴിച്ച കുടുംബമാണ്. ഇതാണ് ഉമ്മ. സ്വർണ്ണ ചെരുപ്പ് കിട്ടുമെങ്കിൽ എൻ്റെ ഉമ്മാക്ക് ഞാനത് വാങ്ങിക്കൊടുക്കും. സ്വർണ്ണ ചെരുപ്പ് കിട്ടുമെങ്കിൽ എൻ്റെ ഉമ്മാക്ക് ഞാനത് വാങ്ങിക്കൊടുക്കും. ഉമ്മാക്ക് എന്തൊക്കെയാണ് ആവശ്യം അതൊക്കെ ഞാൻ നടത്തി കൊടുക്കും. എൻ്റെ ഉമ്മാക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. വളരെ അപൂർവം ആളുകളെ ഉള്ളൂ അങ്ങനെ നോക്കുന്നത്. സ്വർണ്ണ ചെരുപ്പൊന്നും കൊടുക്കണ്ട, ഒരു ഹോമിയോയുടെ മരുന്ന് വാങ്ങിക്കൊടുക്കാൻ, ശ്വാസം മുട്ടിൻ്റെ മരുന്ന് വാങ്ങിക്കൊടുക്കാനെങ്കിലും മക്കൾ മനസ്സ് വെച്ചാൽ മതി. അതുകൊണ്ട് വെറുതെ അവരെ ഈ ബുദ്ധിമുട്ട് നമ്മൾ ചുവന്നോട്ട് കാര്യമില്ല. എഴുതി കൊടുത്തരേ, നോക്കുന്നെങ്കിൽ നോക്കട്ടെ, ഇല്ലെങ്കിൽ ഒഴിവാക്കിയരേ. നമ്മളെന്തിനാണ് ആ സ്വത്ത് പിടിച്ചു വെച്ച് അവരുടെ ടെൻഷൻ? അവർ ജീവിക്കേ, ബിസിനസ് എടുത്ത് എന്തോ ചെയ്തോട്ടെ. നമുക്ക് അള്ളാഹു തഖ്ദീർ ആക്കിയിട്ടുണ്ടെങ്കിൽ കിട്ടും, ഇല്ലെങ്കിൽ വേണ്ട. ദുനിയാവെന്ന് പറഞ്ഞ ഒരു സ്വപ്നം മാത്രമാണ്, പെട്ടെന്ന് തീരും. സ്നേഹസാഗരത്തിൽ നിങ്ങൾ വരുമ്പോൾ ഇന്ന് കൂടുതൽ വർത്തമാന സ്നേഹസാഗരത്തെക്കുറിച്ച് പറയുന്നത് പകൽ കുറേ മണിക്കൂറുകൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ്. എത്ര അസുഖങ്ങളാണ്, എന്തൊക്കെ പ്രയാസങ്ങളാണ്. അവർക്ക് മക്കളില്ലാത്തതുകൊണ്ടൊന്നുമില്ല. ഇവിടുത്തെ നമ്മുടെ റഹീം സാഹിബ്, അദ്ദേഹത്തിൻ്റെ മകളെ ഇവിടെ കല്യാണം കഴിപ്പിച്ചിരിക്കുന്ന ഡോക്ടർ, മോളും മരുമോനൊക്കെ അവിടെ വന്നു, അവിടെ ഭക്ഷണം കൊടുത്തു, അവരോടൊപ്പം ഇരുന്നു, പാട്ടുപാടി, ചിരിച്ചു. ജീവിതത്തിൽ അവരൊക്കെ ചെയ്യുന്ന ഏറ്റവും വലിയ സുഹൃതവത 1000 രോഗികൾക്ക് പരിശോധനയ്ക്കിരിക്കുന്നതിനേക്കാൾ കൂലി അവിടെ ഒരു സന്ദർശനത്തിലൂടെ അവർക്ക് അള്ളാഹു കൊടുക്കും. ആ കുടുംബത്തിന് അള്ളാഹു വലിയ ബറക്കത്തും ഇസ്സത്തും കൊടുക്കട്ടെ. ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ലോകത്ത് നിന്ന് ഇവിടെ പറയുമ്പോൾ നമുക്കറിയാം അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന് എത്രമേൽ സങ്കടം ഉണ്ടായി കാണും എന്ന്. സാധാരണ ഒരു ഭാര്യ ഭർത്താവ് ജീവിച്ചിട്ട് അവരിൽ ഒരാൾ വിട പറയുന്ന പോലെ ആയിരുന്നില്ല. ചെറിയ ചെറിയ പിണക്കങ്ങളോടുകൂടി സുഖസന്തോഷത്തിൽ ജീവിച്ച് പിരിയുന്ന ഒരു ഇണയെ പോലെയും ആയിരുന്നില്ല. സൗന്ദര്യവാന്മാരായ ഒരുപാട് സഹാബികൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ വധുവായി ഇണയായി ലഭിക്കാൻ ആഗ്രഹിക്കുന്ന സമയത്ത് തർത്തീബാക്കി വെച്ച പടച്ചവന്റെ തീരുമാനപ്രകാരം അള്ളാഹുവിന്റെ റസൂൽ ഷഫീഉന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള നിർദ്ദേശത്തിൽ അന്നോടന്നുള്ള അന്നത്തിന് ഈന്തപ്പനത്തോട്ടത്തിന്റെ പുല്ലു ചെത്തി ജീവിക്കുന്ന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തെയാണ് തന്റെ കരടിന്റെ കഷ്ണമായ ഫാത്തിമ റളിയല്ലാഹു അൻഹയ്ക്ക് ഭർത്താവായിട്ട് അള്ളാഹു തീരുമാനിക്കുന്നു. ആ തീരുമാനം നടക്കുകയാണ്. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയും അലിയാർ റളിയല്ലാഹു അൻഹുവും തമ്മിലുള്ള സ്നേഹബന്ധത്തിന്റെ ചരിത്ര ശകലങ്ങൾ, അതിന്റെ പരമോന്നതമായ ആത്മീയ ലഹരികളൊക്കെ എത്ര പ്രഭാഷണ സ്റ്റേജിൽ പറഞ്ഞാലും മതിയാവുകയും തീരുകയും അവസാനിക്കുകയും ഇല്ലാത്തതാണ്, പര്യവസാനമില്ലാത്തതാണ്. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പലപ്പോഴും ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചിട്ടുണ്ട്, ഈ കഷ്ടപ്പാടുകളും ഈ പ്രയാസങ്ങളും ഈ നൊമ്പരങ്ങളും ഈ സങ്കടങ്ങളും ഒക്കെ അനുഭവിച്ചിട്ടും നിന്റെ മുഖത്ത് വിടർന്നു നിൽക്കുന്ന ഈ പുഞ്ചിരി,
ലോകത്തൊരു പെണ്ണിനും നേടിയെടുക്കാൻ കഴിയാത്ത സഹനത്തിന്റെ ക്ഷമയുടെ ഏറ്റവും വലിയ മനോഹരമായ പൂങ്കാവനം ഫാത്തിമ റളിയല്ലാഹു അൻഹ നേടിയെടുക്കുകയാണ്. തന്റെ പ്രിയപ്പെട്ട മക്കൾക്ക് ജന്മം കൊടുത്തു എന്നതിനപ്പുറം പട്ടിണിയുടെയും മുഴുപട്ടിണിയുടെയും രാപ്പകലുകളിൽ പുഞ്ചിരിയോടെ ഫാത്തിമ റളിയല്ലാഹു അൻഹ സഹനത്തിന്റെ ചിറക് വെച്ച് തന്റെ കുടുംബത്തെയും തോളിലേറ്റി പറന്നുയർന്ന കണ്ണീരിന്റെ കഥ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ലോകവിശ്വാസികളുടെ ഹൃദയത്തെ വല്ലാതെ പിടിച്ചു കുലുക്കിയ സംഭവങ്ങളാണ്. അതുകൊണ്ട് തന്നെ എവിടെയെങ്കിലും ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ഒരു പേര് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്ന ചരിത്രങ്ങളിൽ പെട്ടതാണതെല്ലാം. ഒടുവിൽ സ്നേഹിച്ചും ഒരുമിച്ച് ജീവിച്ചും കൊതിതീരുന്നതിന് മുമ്പ് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോവുകയാണ്. പെട്ടെന്ന് ചെറിയ മക്കളാണ്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന് ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത, താങ്ങാൻ പറ്റാത്ത ദുഃഖമായിരുന്നു അത്. ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞതുപോലെ മയ്യത്ത് പൊതിഞ്ഞു, മയ്യത്ത് ചുമന്നു. മയ്യത്തെ കട്ടിലിന്റെ രൂപഭാവങ്ങളൊക്കെ അന്നുവരെ ഉണ്ടായിരുന്നതിൽ നിന്ന് മാറ്റമുണ്ടാക്കി. മഹാനായ അലി റളിയല്ലാഹു അൻഹുവിന്റെ അതിനുശേഷമുള്ള രംഗങ്ങളെ കിതാബുകളിൽ പേജുകളോളം മഹാന്മാർ എഴുതി വെച്ചിട്ടുണ്ട്. കവിതകളും ബൈത്തുകളും ഒക്കെയായി. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു നിറകണ്ണുകളോടെ സഹിക്കാൻ കഴിയും, അല്ലെങ്കിൽ ക്ഷമിക്കാൻ കഴിയും എന്ന് മറ്റുള്ളവരോട് ബോധ്യപ്പെടുത്തുന്നത് പോലെ പിടിച്ചു നിന്നു. ഫാത്തിമ റളിയല്ലാഹു അൻഹയെ ഖബറിന്റെ അകത്തേക്ക് ഇറക്കി വെച്ചു. അവിടെ നിന്നുകൊണ്ട് കരുണക്കടലായ പടച്ചവനോട് ദുആ ചെയ്തു, അല്ലാഹുവേ, ആരാണ് ഈ കിടക്കുന്നത്? അല്ലാഹുവേ, ആരാണ് ഈ കിടക്കുന്നത്? വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. സർവലോകത്തിനും അനുഗ്രഹമായ റഹ്മത്തായ മുത്തൊളി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കരളിന്റെ കഷ്ണമായ പൊന്നുമോള് ഫാത്തിമ റളിയല്ലാഹു അൻഹയാണ് അല്ലാഹുവേ കിടക്കുന്നത്. അതുകൊണ്ട് ആ ഖബറിന്റെ അകത്ത് പൊന്നുമോളായ ഫാത്തിമ റളിയല്ലാഹു അൻഹയായ കരളിന്റെ കഷ്ണമായ മാണിക്യമുത്തിനെ നീ പരിഗണിക്കണേ അല്ലാ, നീ പരിഗണിക്കണേ അല്ലാ. ഖബറിന്റെ അകത്ത് അടക്കുമ്പോഴുണ്ടാകുന്ന ഭയാനകരമായ അവസ്ഥകൾ എന്റെ കരളിന്റെ കഷ്ണമായ ഫാത്തിമ റളിയല്ലാഹു അൻഹക്ക് നീ കൊടുക്കല്ലേ അല്ലാ. എന്റെ ഫാത്തിമ റളിയല്ലാഹു അൻഹക്ക് ഖബറിന്റെ അകത്ത് ആരംഭപ്പൂവിന്റെ പൊന്നുമോളായതുകൊണ്ട് സ്വർഗീയമായ പട്ടുടയാടകളെ നീ വിരിച്ചു കൊടുക്കണേ അല്ലാ. ആ സമയത്ത് അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നൊരു മറുപടി ഉണ്ടായി എന്നാണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അത്ഭുതപ്പെട്ടു പോയി. ഖബറിന്റെ അകത്തിരുന്ന് ഭയാനകരമായ ഒരു ശബ്ദം മുഴങ്ങിക്കേട്ടു, യാ അലിയു, അല്ലയോ അലിയേ, ഇത് അമലുകളെ അളന്നു നോക്കുന്ന ഖബറാണ് അലിയേ. ആരെ മോളായാലും, ആരെ ഭാര്യയായാലും, ആരെ ഉമ്മയായാലും, ആരെ പെങ്ങളായാലും, ആരെ മകളായാലും എന്താണോ ചെയ്തിട്ട് വന്നത് അതല്ലാതെ ഈ ഖബറിന്റെ അകത്ത് നമുക്ക് കൊടുക്കാൻ കഴിയില്ല അലിയേ. ഫാത്തിമ റളിയല്ലാഹു അൻഹ നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഖബറിന്റെ അകത്ത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പ്രതിഫലങ്ങളായി, സ്വർഗീയ ഉടയാടകളായി, പരാവാരം പോലെ പരന്നൊടുകുന്ന സ്വർഗീയ അരുവികളായി ആ ബർസഖ് ജീവിതത്തിൽ അല്ലാഹു കൊടുക്കും അലിയെ. നേരെ മറിച്ച് പാപിയാണ്, ദോഷിയാണെങ്കിൽ അവർക്ക് വേണ്ടി രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന എല്ലാ അദാബുകളും ആ ഖബറിന്റെ അകത്ത് അനുഭവിക്കേണ്ടി വരുമെന്ന് പറയുമ്പോ മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു തളർന്നിരുന്നു പോയി എന്ന് ചരിത്രം രേഖപ്പെടുത്തുകയാ. പക്ഷേ അവിടെ ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം ഫാത്തിമ റളിയല്ലാഹു അൻഹ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ പോലെ അല്ലാഹുവിനെ മറന്നുപോയ നിമിഷങ്ങളില്ല. മോളെ കല്യാണത്തിന്റെ സമയമാകുമ്പോ പടച്ചോനെ മറന്ന് നിസ്കാരം കളാക്കി ആഡംബരത്തിന്റെ പേക്കൂത്ത് നടത്തുന്ന സ്വഭാവ സവിശേഷത ഫാത്തിമ റളിയല്ലാഹു അൻഹക്ക് അല്ലാഹു കൊടുത്തിരുന്നില്ല. പണം വരുമ്പോ, പദവി വരുമ്പോ, സൗഭാഗ്യങ്ങൾ വരുമ്പോ അള്ളാന്റെ പള്ളി മിനാരത്തിലെ ബാങ്കിനെയും റമളാനിനെയും ഒക്കെ ധിക്കരിച്ചുകൊണ്ട്, മറന്നുകൊണ്ട്, ആഡംബരത്തിന്റെ കോടാലി കൊണ്ട് പടച്ചവന്റെ ദിനിനെ വെട്ടിമുറിച്ചിരുന്ന സ്വഭാവം ഫാത്തിമ റളിയല്ലാഹു അൻഹുവിനുണ്ടായിരുന്നില്ല. രാജകൊട്ടാരത്തിന്റെ പദവിയിലേക്ക് ചെറ്റക്കൂരയിൽ നിന്ന് അള്ളാഹു ഉയർത്തിക്കൊണ്ടുപോകുമ്പോ വിശന്ന വേറോടെ വന്നിരുന്ന പാവങ്ങൾ കൈനീട്ടുമ്പോ ആ
ആ പാവങ്ങൾക്കെതിരെ തിരിയാൻ ഫാത്തിമ റളിയല്ലാഹു അൻഹ മനസ്സ് കാണിച്ചിരുന്നില്ല. തനിക്കും തന്റെ കുടുംബത്തിനും കഴിക്കാൻ ബാക്കി വെച്ചിരുന്ന കാരക്കയുടെ ചീന്തുപോലും വന്നു നിന്ന് പൊട്ടിക്കരഞ്ഞ പാവപ്പെട്ട യതീമിന്റെ കയ്യിലേക്ക് എടുത്തു വെച്ചു കൊടുത്തവരാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ. അതുകൊണ്ടാണ് ലോകത്തിന്റെ തിരുദൂതര് ഇവിടുന്ന് വിട പറയുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞത്, എന്റെ പൊന്നുമോള് ഫാത്തിമ സുറാത്തു പാലം കടന്നു പോകുമ്പോ 70,000 ഹൂർലീങ്ങള് എന്റെ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ കൂടെ പോകുന്നതാണ്. സന്തോഷത്തോടെ സഹകാരികളായി എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരിമാരോട് സഹോദരങ്ങളോട് പറയുകയാണ്, അവരൊക്കെ ഭൗതിക ലോകത്ത് നേടാൻ കഴിയുന്നതെല്ലാം നേടിയിട്ട് പോയവരാണ്, കൊയ്യാൻ കഴിയുന്നതൊക്കെ കൊയ്തെടുത്തിട്ട് പോയവരാണ്. പാവപ്പെട്ട എന്റെയും നിങ്ങളുടെയും അവസ്ഥ എന്താണ്? പാരമ്പര്യം പറയാൻ ഒന്നുമില്ലാത്ത, ഇബാദത്തിന്റെ കണക്കുകോട്ടകളില്ലാത്ത, സ്വതക്കകളുടെ പർവ്വതങ്ങളില്ലാത്ത, പലപ്പോഴും അല്ലാഹുവിനെ ധിക്കരിച്ചു പോകുന്ന സ്വഭാവ ദുർഗുണങ്ങളുള്ള എന്റെയും നിങ്ങളുടെയും ഖബറാണ് മറുപടി കൊടുക്കുന്നതെങ്കിലോ, നമ്മുടെ മക്കളും നമ്മുടെ കുടുംബക്കാരും നമ്മുടെ മയ്യത്ത് കൊണ്ടുവന്ന് ഖബറിന്റെ അകത്ത് ഇറക്കി വെച്ചിട്ട് അവരുടെ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി തിരക്കിലേക്ക് അവരിറങ്ങി പോകുമ്പോ മരണവീടിന്റെ ചുറ്റുമിരുന്നു കൊണ്ട് ഇറാന്റെയും ഇസ്രായേലിന്റെയും യുദ്ധഭീകരമായ രംഗങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോ അതിനേക്കാൾ ഭീകരമായ കുറ്റാകുറ്റിരുട്ടിന്റെ അകത്ത് കിടക്കുന്ന വാപ്പാന്റെ ഉമ്മാന്റെ കഥ ചർച്ച ചെയ്യാൻ നേരമില്ലാത്ത മക്കളായി നമ്മുടെ മക്കൾ മാറുമ്പോ ഈ മഹാന്മാരുടെ ചാരത്തിരുന്നു കൊണ്ട് എന്റെ ശബ്ദം ശ്രവിക്കുന്നവരോട് പറയുകയാണ്, നിങ്ങൾ മരണപ്പെടുമ്പോൾ നിങ്ങളുടെ ഖബറിന്റെ അകത്തേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന, ഇന്ന് മരണപ്പെട്ടാൽ നാളെ ചെയ്തതായി മറ്റന്നാൾ ചെയ്തതായി മരണപ്പെട്ട് വർഷങ്ങളോളം ചെയ്തതായി നിങ്ങളുടെ ആയുസ്സിൽ രേഖപ്പെടുത്തപ്പെടുന്ന ചില അമലുകളുണ്ട്. ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു പറയുന്നു, യജ്രീലിൽ അബ്ദി അജ്റുഹുന്ന ബഅദ മൗതിഹി ഫീ ഖബ്രിഹി, മരണത്തിന് ശേഷം ഖബറിന്റെ അകത്ത് പ്രതിഫലം കൃത്യമായി രേഖപ്പെടുത്തപ്പെടുന്ന, മരിച്ചതിന് ശേഷവും ചെയ്തു എന്ന് രേഖപ്പെടുത്തപ്പെടുന്ന ചില അമലുകളുണ്ട്. ആ അമലുകളെ കുറിച്ചൊന്ന് ചർച്ച ചെയ്ത് നമുക്ക് ദുആ ചെയ്യാം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു പറയുകയാണ്,